അന്നത്തെ നായികമാരെക്കാൾ കച്ചവട മൂല്യം ഉണ്ടായിരുന്ന ഒരേ ഒരു താരമായിരുന്നു ബേബി ശാലിനി. ഫാസിലിൻ്റെ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് കടന്നു വന്നത്. അന്ന് 3.5 വയസ്സായിരുന്നു പ്രായം. ഈ ഒരു താരത്തെ അറിയാത്തവരായി അന്ന് കേരളത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയുടെ വൻ വിജയത്തിനു ശേഷം ഞാൻ തിരക്കഥ എഴുതിയ ചക്കരയുമ്മയിലെ ശാലുമോൾ എന്ന കുസൃതിക്കുട്ടിയായി കളം നിറഞ്ഞാടിയതോടെയാണ് ഒരു ബേബി ശാലിനി കാലം തന്നെ ഉടലെടുത്തത്. ചക്കരയുമ്മയ്ക്ക് ശേഷം ഞാൻ എഴുതിയ ഒന്നാണ് നമ്മൾ, കോടതി, സന്ദർഭം, കൂട്ടിനിളം കിളി, പ്രത്യേകം ശ്രദ്ധിക്കുക, മുഹൂർത്തം, 11:30 എന്നിങ്ങനെയുള്ള സിനിമകൾ. ബേബി ശാലിനിക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സിനിമകൾ ചെയ്യണമെന്നുള്ള നിർമ്മാതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയതുകൊണ്ടാണ് ഇത്രയും ചിത്രങ്ങൾ എനിക്ക് എഴുതേണ്ടി വന്നത്. എന്നെപ്പോലെ തന്നെ ജോഷിക്കും മമ്മൂട്ടിക്കും ഈ ബേബി ശാലിനി ചിത്രങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വന്നതുകൊണ്ട് ചില പഴികളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ജർമ്മനിയിലും വത്തിക്കാനിലും വെച്ച് ഷൂട്ട് ചെയ്ത മിനിമോൾ വത്തിക്കാനിൽ എന്ന ചിത്രത്തിലെയും പ്രധാന കഥാപാത്രം ശാലിനിയായിരുന്നു. 1984 സെപ്റ്റംബറിലാണ് ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോയത്. മദ്രാസിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള വിമാനയാത്ര വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ആദ്യത്തെ എൻ്റെ വിദേശയാത്രയാണ്. ജോഷി, ഞാൻ, സരിത, സ്വപ്ന, സോമൻ, ബേബി ശാലിനി, ശാലിനിയുടെ അച്ഛൻ ബാബു, രവീന്ദ്രൻ, ലാലു അലക്സ് തുടങ്ങി ഒരുപാട് പേരുണ്ടായിരുന്നു. നിർമ്മാതാക്കളിൽ ഒരാളായ സ്വപ്ന ഫിലിംസ്, ബേബി ചേട്ടൻ അടക്കമുള്ള ഒരു വലിയ സംഘമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ രാജു പിറ്റേന്ന് ബോംബെയിൽ നിന്നാണ് പുറപ്പെട്ടത്. മദ്രാസിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള യാത്രാ ദൈർഘ്യം 10 മണിക്കൂറാണ്. ഇത്രയും സമയം എങ്ങനെ കഴിച്ചു കൂട്ടുമെന്നുള്ള മനപ്രയാസത്തിലാണ് ഞാൻ വിമാനത്തിൻ്റെ സൈഡ് സീറ്റിൽ ഇടം പിടിച്ചതെങ്കിലും ബേബി ശാലിനിയുടെ കുസൃതിയും കുറുമ്പും രതീഷ്, രവീന്ദ്രൻ തുടങ്ങിയവരുടെയൊക്കെ പരസ്പരമുള്ള വാത്സല്യങ്ങളും ചിരികളും പാട്ടും ഒക്കെയായി നല്ലൊരു ഉത്സവ പ്രതീതിയായിരുന്നു. 10 മണിക്കൂർ ദൂരം 5 മണിക്കൂറായി കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. എയർപോർട്ട് കണ്ടാൽ ഏതോ മായാ ലോകത്ത് എത്തിപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. വലിയ വിശാലമായ എയർപോർട്ടിൽ വിമാനം നിരന്നു കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ചന്തമാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി വരുമ്പോൾ നിർമ്മാതാക്കളിൽ ഒരാളായ അഗസ്റ്റിൻ ഇലിഞ്ഞപ്പള്ളിയും സംഘവും 4-5 കാറുകളുമായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 300ഓളം കിലോമീറ്ററോളം ദൂരമുള്ള താമസ സ്ഥലത്തേക്ക് ഓടിയെത്താൻ 2.25 മണിക്കൂർ സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് അവിടുത്തെ സെൻറ്റ് ജോസഫ് ക്രാങ്കൺ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു വലിയ കെട്ടിടത്തിലായിരുന്നു. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത മുറിയായിരുന്നു ശാലിനിക്കും അച്ഛനും കൊടുത്തിരുന്നത്. എതിർവശത്തുള്ള മുറികളിൽ സോമനും രതീഷും ഉണ്ടായിരുന്നു. ശാലിനി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുറിയിലേക്ക് വരും. 3.5 വയസ്സ് പ്രായമേ ഉള്ളുവെങ്കിലും ചെറിയ വായിൽ നിന്നും വലിയ വലിയ ചോദ്യങ്ങളും ചിരിയും ആക്ഷനും ഒക്കെയാണ് അങ്ങനെ ഓടി നടക്കുന്നത്. ശാലിനി പറയേണ്ട സിനിമയിലെ സംഭാഷണങ്ങൾ ആദ്യം പഠിക്കുന്നത് അച്ഛൻ ബാബുവാണ്. പിന്നീട് അത് പതുക്കെ മകളെ പഠിപ്പിക്കും. ജർമ്മനിയിൽ ഷൂട്ടിംഗ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ ബേബി ശാലിനിയെ അനുഗ്രഹിക്കുന്ന സീൻ എടുക്കുവാനായി ഞങ്ങൾ വത്തിക്കാനിലേക്ക് പോയത്. ഞാനും ജോഷിയും സോമനും സരിതയും ബേബി ശാലിനിയും ക്യാമറമാൻ ആനന്ദക്കുട്ടനും നിർമ്മാതാവായ അഗസ്റ്റിൻ ഇലിഞ്ഞിപ്പള്ളിയും മറ്റ് 2-3 പേര് മാത്രമേ വത്തിക്കാനിലേക്ക് പോയുള്ളൂ. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഷൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ 2 ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അഗസ്റ്റിൻ ഇലിഞ്ഞിപ്പള്ളിയുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റാർക്കും കിട്ടാത്ത ആ പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചത്. മാർപ്പാപ്പ ബേബി ശാലിനിയെ ആശീർവദിക്കുന്ന ഒരു ചെറിയ സീനാണ് പള്ളിക്കകത്ത് വെച്ച് എടുക്കാനുള്ളത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാവിലെ തന്നെ ഒരുക്കിയിരുന്നു. സരിതയുടെ മകളുടെ വേഷമായിരുന്നു ശാലിനിക്ക്. സരിതയും സോമനും ശാലിനിയും ജോഷിയും ക്യാമറമാൻ ആനന്ദക്കുട്ടനും 1-2 ടെക്നീഷ്യൻസും മാത്രമാണ് പള്ളിക്കകത്തുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. അധികമാരും അറിയാതെ വേണം ചിത്രീകരിക്കാൻ. സരിത ശാലിനിയെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മാർപ്പാപ്പ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ സീറ്റ് മാത്രമേ പള്ളിക്കകത്ത് അനുവദിച്ചിട്ടുള്ളൂ. ഇതിനിടയിൽ ശാലിനി ചെറിയൊരു കുസൃതി ഒപ്പിക്കുകയും ചെയ്തു. മാർപ്പാപ്പ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം വാത്സല്യപൂർവ്വം കവിളിൽ തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അവളും മാർപ്പാപ്പയുടെ കവിളിലും തട്ടാൻ പോകുന്നു. അങ്ങനെ ഒന്നും മാർപ്പാപ്പയെ സ്പർശിക്കാൻ പാടില്ലെന്ന് പാവം ആ കുട്ടിക്ക് അറിയില്ലല്ലോ. പള്ളിക്കകത്തെ ആ സീൻ കഴിഞ്ഞ് വത്തിക്കാനിലെ തെരുവിലൂടെ സോമനും ബേബി ശാലിനിയും സരിതയും കൂടി നടന്നു വരുന്ന 1-2 പാസിംഗ് ഷോട്ടുകൾ കൂടി എടുത്തിട്ട്
അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് തിരിച്ചു. കോട്ടയത്ത് ഒരു കുടക്കീഴിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ശാലിനിയുടെ കുസൃതി നിറഞ്ഞാട്ടം ഒന്ന് കാണേണ്ടതായിരുന്നു. ജഗതി ശ്രീകുമാർ ശാലിനിക്ക് പാട്ട് പാടിക്കൊടുക്കുന്നതും അവൾ അതനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു രംഗവുമുണ്ട്. ശാലിനി ഡാൻസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ജഗതി പറഞ്ഞു തീരുമ്പോൾ അവൾ ജഗതിയെ പറഞ്ഞു തിരുത്തിയത് രസകരമാണ്. ലൊക്കേഷനിൽ എല്ലാവരെയും ശാലിനി അത്ഭുതപ്പെടുത്തുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ശാലിനിയെ വീണ്ടും കാണാൻ പോയി. പഴയ ആ സഹോദര സ്നേഹത്തോടെ ശാലിനിയുടെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിനിടയ്ക്ക് ശാലിനിയെയും വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ശാലിനിക്ക് എന്നെ മനസ്സിലായതേയില്ല. കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ശാലിനി ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. ബാബു ശാലിനിയോട് ചോദിച്ചു, ഈ അങ്കിളിനെ അറിയുമോ? ശാലിനി മനസ്സിലാകാത്ത ഭാവത്തിൽ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ചക്കരയമ്മ മുതൽ മിനിമോൾ വത്തിക്കാനിൽ വരെ നിന്റെ 13 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള അങ്കിളാണ് കലൂർ ഡെന്നീസ്. ശാലിനി എന്നെ നോക്കി വിസ്മയം കൊണ്ട് ചോദിച്ചു, സോറി അങ്കിൾ, കുട്ടിയായിരിക്കുമ്പോൾ കണ്ടതല്ലേ, എനിക്ക് മനസ്സിലായില്ല. പിന്നീട് 2-3 വർഷം കഴിഞ്ഞ് ഞാൻ അറിയുന്നത് തമിഴിലെ സൂപ്പർ താരമായ അജിത്തും ശാലിനിയും തമ്മിൽ വിവാഹിതരായി എന്നാണ്. അവർ തമ്മിൽ 1-2 സിനിമകൾ അഭിനയിച്ചപ്പോൾ അജിത്തിന് ശാലിനിയോട് തോന്നിയ ഇഷ്ടമാണ് വിവാഹത്തിലെത്തിയത്. മറ്റു നടന്മാരെ പോലെ അല്ലായിരുന്നു അവരുടെ ദാമ്പത്യം. യാതൊരുവിധ അലോസരങ്ങളുമില്ലാതെ ആദർശപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് അവർ.